എന്നുയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. ഇന്ന് യൗവനക്കാര് ഈ പട്ടണത്തിൻ്റെ നടുക്ക് ഇങ്ങനെ കൂടി നിൽക്കുന്നതിൽ അവർക്ക് കിട്ടിയ സന്തോഷം അവർ ഷെയർ ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ നശിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് യേശു വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് പ്രിയമക്കളെ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്ന് ഈ കൂടി ഓരോ പ്രിയപ്പെട്ട മക്കളോടും ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു ജീവനോടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. അനന്തു എന്ന് പറയുന്ന മോൻ, അവൻ്റെ ജീവിതത്തിൽ യേശു ചെയ്തൊരു വലിയ സാക്ഷ്യം നമുക്കിന്ന് കേൾക്കാം. പ്രിയ അനന്തു മോനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായി എൻ്റെ ജീവിതം തകർന്നു, വിദ്യാഭ്യാസം തകർന്നു, ഭാവി തകർന്നു. ഏകദേശം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ യേശുവിനെ അറിഞ്ഞു. ഒരു വ്യക്തി മുഖാന്തരം ഞാൻ യേശുവിനെ അറിഞ്ഞു. അന്ന് അവരിങ്ങനെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, യേശു ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. നോക്കി, ഈ ലോകത്ത് ഒരുപാട് തരം സ്വഭാവങ്ങളുള്ള വ്യക്തികളുണ്ട്. അതിൽ സമാധാനമില്ലാത്തവർ, സന്തോഷമില്ലാത്തവർ, ചിലപ്പം പണം ഉള്ളതുകൊണ്ട് സന്തോഷമുള്ളവർ, പണം ഉണ്ടെങ്കിലും സന്തോഷമില്ലാത്തവർ, അങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരും സന്തോഷം അനുഭവിക്കുന്നവരും, അങ്ങനെ വ്യത്യസ്തരായ മനുഷ്യരുണ്ട്. എന്നാൽ ഈ ലോകത്ത് ഏതുതരം മനുഷ്യരുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അടുക്കലേക്കുള്ള ഏക വഴിയാണ് യേശു. സന്തോഷത്തിനുള്ള ഏക വഴിയാണ് യേശു. സമാധാനത്തിനുള്ള ഏക വഴിയാണ് യേശു. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ഒരാളുടെ മരണത്തിന് ശേഷം ആ വ്യക്തിയുടെ ആത്മാവ് എവിടെ ചെല്ലുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ ഒരു മനുഷ്യനും ഉണ്ടാകത്തില്ല. പക്ഷേ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു വ്യക്തി മരിച്ചതിന് ശേഷം തന്നെ അയച്ച ദൈവത്തിന്റെ അടുക്കലേക്ക് തന്നെ ചെല്ലുന്നു. യേശു പറയുന്നു, നിങ്ങൾക്ക് എന്നെ കൂടാതെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരു വഴിയില്ല. ഇത് ഞാൻ പറയാം, യേശുക്രിസ്തു ആണ് നിത്യതയിലേക്കുള്ള ഏക വഴി. ഈ ലോകത്തിന്, ഈ ഭൂമിയുടെ കീഴിൽ, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ ഈ ലോകത്ത് ഏക രക്ഷയുടെ മാർഗം യേശുവാണ്. ഇന്ന് ഇതിനെല്ലാം അടിക്കായിരുന്നു എന്നെ കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു. യേശു അതിൽ നിന്ന് വിടുവിച്ചു. നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും ആയിക്കോട്ടെ, യേശു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രശ്നം ഏതുമായിക്കോട്ടെ, യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഇന്ന് ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലെല്ലാം ആയിരുന്ന ഞങ്ങൾ ഓരോരുത്തരെയും യേശുക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ടു. ഞങ്ങളുടെ ജീവിതം മാറി. ഞാൻ പറയട്ടെ, യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. വ്യക്തിപരമായി ഓരോരുത്തരോടും ഇടപെടുവാൻ ഇന്ന് യേശു നിങ്ങളോട് സംസാരിക്കുക. ഇന്ന് ഇവിടേക്ക് ആർക്കെങ്കിലും യേശുവിനെ ഈ ജീവിതത്തിലേക്ക് വേണമെന്ന്, അല്ലെങ്കിൽ ഈ യേശുവിനെ എനിക്കും വേണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, നിങ്ങളുടെ ഭവനത്തിലേക്ക് വരും. രക്ഷയ്ക്കായി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് യേശുവാണ്. ഇന്ന് കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. നിത്യത്തിലേക്കുള്ള ഏക ആണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ. നന്ദി.